സമീപകാലത്തായി ഇന്ത്യൻ നിരയിൽ ഏറ്റവും ഫോമിലുള്ള താരം സഞ്ജു സാംസൺ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. 3 സെഞ്ചുറികളടക്കം T20യിൽ നേടി ലോക റെക്കോർഡിടാൻ സഞ്ജുവിന് സാധിച്ചു. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ തഴയപ്പെട്ടു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് സഞ്ജു തഴയപ്പെട്ടത്. ഏകദിനത്തിൽ 56-ന് മുകളിലാണ് സഞ്ജുവിന്റെ ശരാശരി. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നതയെ തുടർന്ന് സഞ്ജുവിന് വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു ഒഴിവാക്കപ്പെടാൻ കാരണമായി. സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തണം എന്ന പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ആവശ്യം മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറും രോഹിത് ശർമ്മയും പരിഗണിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോഴത്തെ വമ്പൻ നീക്കത്തിന് ഗംഭീർ തയ്യാറെടുക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. സഞ്ജു സാംസണെ റിസർവ് താരമായി ഇന്ത്യ ടീമിലേക്ക് ഉൾപ്പെടുത്തിയേക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി 19-നാണ് ആരംഭിക്കുന്നത്. ഇന്ത്യക്ക് ടീമിൽ മാറ്റം വരുത്താൻ ഇനിയും സമയം മുന്നിലുണ്ട്. 1-ാം T20യിലും ഇന്ത്യക്ക് ശക്തമായ തുടക്കം നൽകാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. KL രാഹുലും ഋഷഭ് പന്തുമാണ് നിലവിൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ഇതിൽ ഋഷഭിനെ കളിപ്പിക്കുന്നതിനോട് ഗംഭീറിന് എതിർപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസണെ റിസർവ് താരമായി കൊണ്ടുവന്നാൽ ശ്രേയസ് അയ്യർക്കോ KL രാഹുലിനോ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കളിപ്പിക്കാൻ സാധിക്കും.